പയ്യന്നൂരിലെ പാർട്ടിയിൽ പയ്യന്നൂരിൽ മാത്രമല്ല കേരളത്തിൽ പാർട്ടിയിൽ കോളിളക്കമുണ്ടാക്കി തുറന്നു പറച്ചിൽ വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ CPM പുറത്താക്കിയ കണ്ണൂർ പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഫെബ്രുവരി 4-ാം തീയതി പുറത്തിറങ്ങാൻ പോവുകയാണ്. TI മധുസൂദനൻ MLA അടക്കമുള്ള നേതാക്കൾക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ പുസ്തകത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. പുറത്താക്കൽ തീരുമാനം റിപ്പോർട്ട് ചെയ്ത പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ 10 ലോക്കൽ കമ്മിറ്റികളും കണക്കിലെ പൊരുത്തക്കേടുകളിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഘട്ടത്തിൽ ഫണ്ട് തട്ടിപ്പിൽ പുറത്തുവന്ന ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നതാകും പുസ്തകത്തിലെ വിവരങ്ങൾ. 4-ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പുറത്തിറക്കും. TI മധുസൂദൻ അടക്കമുള്ള നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കൂടുതൽ വിവരങ്ങൾ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. പയ്യന്നൂരിൽ സഹകരണ സ്ഥാപന ഭൂമി വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നു. 2011-ൽ സെന്റിന് 4 ലക്ഷത്തിന് സ്വകാര്യ വ്യക്തി വാങ്ങിയ ഭൂമി സഹകരണ സ്ഥാപനം 2017-ൽ വാങ്ങിയത് സെന്റിന് 18.25 ലക്ഷം രൂപയ്ക്ക്. ചതുപ്പ് നിലമായ ഭൂമിക്ക് ഇത്രയധികം രൂപ എങ്ങനെ വരുമെന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ ചോദ്യം. ഇത് ചതുപ്പ് നിലമാണ്, തണ്ണീർത്തടാണ്, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത ഭൂമിയാണ്. അത്തരം ഭൂമിക്ക് സാധാരണഗതിയിൽ വില കൂടില്ല. അവിടെ 10-15 ഏക്കർ ഭൂമി ബസ് സ്റ്റാൻഡിന് വേണ്ടി സൗജന്യമായി കൊടുത്ത ബസ് സ്റ്റാൻഡിന് അടുത്താ ഇത്. 2017-ൽ വാങ്ങിയ ഭൂമി ചതുപ്പായതിനാൽ ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആളുകളുമായി TI മധുസൂദനൻ വിദേശയാത്രയിൽ പങ്കെടുക്കുന്ന ചിത്രവും തെളിവായി കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് മധുസൂദനന് പാർട്ടി ക്ലീൻ ചിറ്റ് നൽകിയത്. അതിനിടെ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തത വേണമെന്നായിരുന്നു ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുയർന്ന ആവശ്യം. പയ്യന്നൂർ ഏരിയയിലെ 12-ൽ 10 ലോക്കൽ കമ്മിറ്റികളും കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി. കുഞ്ഞികൃഷ്ണനെതിരായ നടപടി അംഗീകരിക്കുമ്പോഴും ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളാൻ പ്രാദേശിക ഘടകങ്ങൾ തയ്യാറല്ലെന്നതാണ് ലോക്കൽ കമ്മിറ്റികളിലെ വികാരം സൂചിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.